എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 3, 4, 5 എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. ഭഗവാനും സത്യഭാമയും കൂടിയിട്ട് സ്വർഗത്തിൽ ദേവേന്ദ്രൻ്റെ അതിഥികളായിട്ട് പോയി താമസിച്ചു. അതിഥിയുടെ കുണ്ടലം തിരിച്ചു കൊടുത്തു. മാതാവായിട്ടുള്ള അതിഥിയുടെ കുണ്ടലങ്ങൾ പണ്ടൊരിക്കൽ നരകാസുരൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന അപഹരിച്ചു കൊണ്ടുവന്ന കുണ്ടലങ്ങൾ അതിഥിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അവരുടെ നിർബന്ധപ്രകാരം ഒരു രാത്രി സ്വർഗത്തിൽ താമസിച്ചിട്ട് തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് ചില സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. നമുക്ക് ആദ്യം 3ാമത്തെ ശ്ലോകം നോക്കാം. ആഘ്രായ സൗരഭ്യമഭൂതപൂർവം ആനീതമാരാമസമീരണേന സുവിസ്മിത വല്ലഭമാചക്ഷേ കസ്യൈഷ ഗന്ധഃ കഥയേതി ദേവി. ആദ്യം പദച്ഛേദം പറയാം. ആഘ്രായ സൗരഭ്യം അഭൂതപൂർവം ആനീതം ആരാമസമീരണേന സുവിസ്മിത വല്ലഭം ആചക്ഷേ കസ്യ ഏഷ ഗന്ധ കഥയ ഇതി ദേവി. വളരെ വ്യക്തമായിട്ടുള്ള സംസ്കൃത ഭാഷ, ഒട്ടും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ്, അങ്ങനെയുള്ളൊരു ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സത്യഭാമ ഭഗവാനോട് ചോദിക്കുന്ന കാര്യമാണ് പറയണത്. നമുക്ക് അന്വയത്തിലേക്ക് കിടക്കാം. ദേവി അഭൂതപൂർവം ആരാമസമീരണേന ആനീതം സൗരഭ്യം ആഘ്രായ. ദേവി എന്ന് പറഞ്ഞാൽ സത്യഭാമ. സത്യഭാമ അത് അവർ പുറപ്പെടുകയായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ അഭൂതപൂർവം, പൂർവം ഭൂതം ഭൂതപൂർവം ന ഭൂതപൂർവം അഭൂതപൂർവം, അങ്ങനെയാണ് ആ വാക്ക് വരുന്നത്. മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത, പൂർവം ഭൂതം എന്ന് വെച്ചാൽ മുൻപ് ഉണ്ടായത്, അതാണ് പൂർവഭൂതം. ന പൂർവഭൂതം മുൻപൊന്നും അനുഭവിച്ചിട്ടില്ലാത്തത്, മുൻപുണ്ടാവാത്തത്. അഭൂതപൂർവം അഭൂതപൂർവമായിട്ടുള്ള. അതുപോലെ തന്നെ ആരാമസമീരണേന ആനീതം. ആരാമസമീരണൻ, ആരാമം ഉദ്യാനം, ഉദ്യാനത്തിലെ കാറ്റ് കൊണ്ടുവന്നതായ ആരാമസമീരണേന ആനീതം, കാറ്റടിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള സൗരഭ്യം, നല്ല ഒരു വാസന, ഏതോ ഒരു പൂവിൻ്റെ വളരെ രസകരമായ വളരെ ആസ്വാദ്യകരമായിട്ടുള്ളൊരു സുഗന്ധം സത്യഭാമാദേവി ആസ്വദിക്കുകയുണ്ടായി. ആ സുഗന്ധം വന്നപ്പോൾ ദേവി ചോദിക്കുകയാണ്, സുവിസ്മിത, വളരെ അത്യന്തം വിസ്മയഭരിതയായി. ഇതുപോലൊരു വാസന ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടേയില്ല. അതാണ് അഭൂതപൂർവം എന്ന് പറഞ്ഞത്. എന്നാൽ അത്യന്തം ആകർഷകവുമാണ് ആ ഗന്ധം. അപ്പോൾ അത് ആസ്വദിച്ചു കൊണ്ട് നിന്ന് അത്ഭുതത്തോടു കൂടിയിട്ട് ദേവി ചോദിക്കുകയാണ്, കസ്യ ഏഷ ഗന്ധ, ഇതെന്തിൻ്റെ വാസനയാണ്? ഇത് ഏത് പൂവിൻ്റെ വാസന? അങ്ങനെയാവൂല, ഒരു പൂവിൻ്റെ വാസനയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റേണ്ടത്. ഏത് പൂവിൻ്റെ വാസനയാണ്, എന്തിൻ്റെ വാസനയാണ് ഇപ്പോൾ വരണത് എന്ന് ചോദിക്കുകയാണ്. കഥയ ഇതി വല്ലഭം ആചക്ഷേ, പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനെ പ്രേരിപ്പിച്ചു. ശ്രീകൃഷ്ണനോട് ഇപ്രകാരം ചോദിച്ചു, എന്തിൻ്റെ വാസനയാണ് വരണത് എന്ന് അങ്ങേക്ക് മനസ്സിലായോ? മനസ്സിലായിച്ചാൽ എനിക്ക് പറഞ്ഞു തരൂ എന്ന് സത്യഭാമ ഭഗവാനോട് ചോദിക്കുകയാണ് ചെയ്തത് ഈ വാസന വന്നപ്പോൾ. എന്നിട്ട് എന്താണ് ഉണ്ടായതെന്ന് 4ാമത്തെ ശ്ലോകം നോക്കാം. നിശമ്യതസ്യാഗിരമുത്സുകിന്യാ ജഗാദവാചം ജഗദേകനാഥ ആകർണ്യതാമാഗതിരസ്യ സമ്യഗ്ഗന്ധസ്യ ലോകത്രയമോഹനസ്യ. ആദ്യം പദച്ഛേദം പറയാം. നിശമ്യ തസ്യാഹ ഗിരം ഉത്സുകിന്യാഹ ജഗാദ വാചം ജഗദേകനാഥ ആകർണ്യതാം ആഗതി അസ്യ സമ്യക് ഗന്ധസ്യ ലോകത്രയമോഹനസ്യ. അപ്പോൾ ഭഗവാൻ അതിന് മറുപടി പറയാൻ തുടങ്ങുന്നതാണ് പറയണത്. അന്വയത്തിലേക്ക് കടക്കാം. ജഗദേകനാഥ, ജഗത്തിന് മുഴുവനും ഒറ്റ ഒരു നാഥനേ ഉള്ളൂ. ലോകത്തിൻ്റെ മുഴുവനും പരിപാലകനായിട്ട് ഒരാളേ ഉള്ളൂ. അങ്ങനെയുള്ള ദേവൻ ശ്രീകൃഷ്ണൻ തസ്യാഹ ഉത്സുകിന്യാഹ വാചം നിശമ്യ. ആ ഉത്സുകിനിയുടെ, ഉത്സുകിനി എന്ന് പറഞ്ഞാൽ ഔത്സുക്യമുള്ളവൾ, ഇതെന്താണ്, ഈ വാസന എന്താണ് എന്നറിയണമെന്ന് ആഗ്രഹിക്കുന്നവൾ, ഔത്സുക്യം വന്ന് ഭവിച്ചവളായിട്ടുള്ള ആ സത്യഭാമയുടെ വാചം നിശമ്യ, വാക്കുകൾ കേട്ടിട്ട് ലോകത്രയമോഹനസ്യ അസ്യ ഗന്ധസ്യ, അത് പറയാൻ തുടങ്ങുകയാണ്.
മൂന്ന് ലോകങ്ങൾക്കും ഏറ്റവും ആകർഷകമായിട്ടുള്ള ലോകത്രയ മോഹനസ്യ, മൂന്ന് ലോകങ്ങളെയും മോഹിപ്പിക്കത്തക്കതായ, മൂന്ന് ലോകങ്ങളെയും ആകർഷിക്കത്തക്കതായ ഈ ഗന്ധത്തിൻ്റെ ആഗതി, അസ്യ ഗന്ധസ്യ ആഗതി, ഈ ഗന്ധത്തിൻ്റെ വരവ് അല്ലെങ്കിൽ ഈ ഗന്ധം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് കേട്ടോളൂ. സമ്യക് ആകർണ്യതാം, നല്ലവണ്ണം ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതി വാചം ജഗാദ, ഇപ്രകാരം വാക്കുകളെ പറഞ്ഞു. അതായത് ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ അതിൻ്റെ കഥ പറയാം, എവിടെ നിന്നാണ് ഈ വാസന വരണത് എന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ഈ വാസനയുടെ, ഈ സുഗന്ധത്തിൻ്റെ വരവിനെ പറ്റിയിട്ട് വളരെ വിസ്തരിച്ച് പറയാൻ തുടങ്ങുകയാണ് സത്യഭാമയോട്. ഏത് പൂവിൻ്റെ വാസനയാണ്, അതെവിടെ നിന്നാണ് ഉണ്ടായതെന്നുള്ള കഥകളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുകയാണ്. വളരെ ലളിതമായിട്ടാണ് ഈ സംഭാഷണങ്ങളൊക്കെ ആകുമ്പോൾ വളരെ കടുപ്പുള്ള വാക്കുകൾ, അക്ഷരങ്ങളൊന്നും പ്രയോഗിക്കില്ല. അതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. എവിടെ നിന്നാണ് വാസന വരണത് എന്നുള്ളത് സത്യഭാമ ചോദിച്ചു. ആ വാസനയുടെ ഉറവിടം അല്ലെങ്കിൽ ഉദ്ഭവം എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ കഥ പറയാൻ തുടങ്ങുകയാണ്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി, 5ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പുരാമമന്ധുഃ പുരുഹൂതമുഖ്യാഃ നദീപതിം നാകസദോ ബലേന തസ്മാദുദസ്ഥാദുപകാരശീലോ മഹീരുഹോ മാനിനി പാരിജാത. ആദ്യം പദച്ഛേദം പറയാം. പുരാ മമന്ധു പുരുഹൂതമുഖ്യാഃ നദീപതിം നാകസദ ബലേന തസ്മാദ് ഉദസ്ഥാദ് ഉപകാരശീല മഹീരുഹ മാനിനി പാരിജാത. ഇവിടെ പദച്ഛേദമൊക്കെ വളരെ കുറച്ച് തന്നെ പറയാനുള്ളൂ. സത്യഭാമയോട് ഭഗവാൻ പറഞ്ഞു തുടങ്ങുകയാണ്, ഹേ മാനിനി, അഭിമാനി, അല്ലെങ്കിൽ ഈ മാനം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ള സൗന്ദര്യപ്പണക്കങ്ങൾക്ക് പറയുന്ന പേരാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യപ്പണക്കമൊക്കെ വരുന്നവളായിട്ടുള്ള അഭിമാനിയായിട്ടുള്ള ദേവി സത്യഭാമേ, ഞാൻ നിന്നോട് കഥ പറഞ്ഞുതരാം. എന്താണത്? പുരാ എന്ന് പറയുമ്പോൾ തന്നെ കഥയാണ്. പണ്ട്, ഇപ്പോൾ നടക്കുന്ന കാര്യമൊന്നുമല്ല, പണ്ടെപ്പോഴും നടന്നതാണ്. അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. പുരുഹൂതമുഖ്യാഹ നാകസദ, പുരുഹൂതൻ മുതലായവർ, അതായത് പുരുഹൂതൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. ഇന്ദ്രനെ പോലെ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാ നാഗസദന്മാരും, നാഗസദന്മാരെന്ന് പറഞ്ഞാൽ നാഗത്തിൽ വസിക്കുന്നവർ, നാഗം സ്വർഗലോകത്തിൽ വസിക്കുന്നവരായിട്ടുള്ള ഇന്ദ്രപ്രമുഖന്മാരായിട്ടുള്ള സകല ദേവന്മാരും അവരെന്താണ് ചെയ്തത്? ബലേന നദീപതിം മമന്ധു. ബലേന എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട്, അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? നദീപതി, നദീനാം പതി എന്ന് പറഞ്ഞാൽ സാഗരമാണ്, സമുദ്രമാണ്. നദികളുടെയൊക്കെ പതി സമുദ്രമാണ്. സമുദ്രത്തിലേക്കാണല്ലോ സകല നദികളും ഒഴുകിയെത്തണത്. അതുകൊണ്ട് സാഗരത്തിനെ നദികളുടെ ഭർത്താവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. കവികൾ അങ്ങനെയാണ് വർണ്ണിക്കുന്നത്. അങ്ങനെ ആ നദീപതിയെ, സാഗരത്തെ എല്ലാ ദേവന്മാരും കൂടി ചേർന്നുകൊണ്ട് എന്തു ചെയ്തു? മമന്ധു, മഥനം ചെയ്തു, പാലാഴി മഥനം ചെയ്തു എന്നാണ് പറയണത്. അതായത് കടൽ കടഞ്ഞു എന്നർത്ഥം. എന്നിട്ടോ തസ്മാത്, അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സമുദ്രത്തിൽ നിന്നും ഉപകാരശീല പാരിജാത മഹീരുഹ ഉദസ്ഥാത്, പാരിജാതം എന്നു പേരുള്ളൊരു വൃക്ഷം, മഹീരുഹം എന്ന് പറഞ്ഞാൽ മഹീരുഹ, മഹിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നത്, മണ്ണിനെ പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നത് എന്നർത്ഥം. മണ്ണിൽ മുള പൊട്ടി വരുന്നത് വൃക്ഷമാണ്, മരമാണ്. അപ്പോൾ പാരിജാതം എന്നു പേരുള്ളൊരു മരം അങ്ങനെ സമുദ്രത്തെ മഥനം ചെയ്തപ്പോൾ ഉണ്ടായി വന്നു. ആ മരത്തിന് മറ്റൊരു വിശേഷണം കൂടി കവി കൊടുക്കുന്നുണ്ട്, ഉപകാരശീല. ഉപകാരം ശീലമാക്കിയവൻ, എല്ലാവരെയും സഹായിക്കുന്നവൻ. അതായത് പാരിജാതം എല്ലാ ജനങ്ങൾക്കും അനുഗ്രഹവർഷങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നവനാണ്. ഇച്ഛാപൂർത്തിക്ക് വേണ്ടിയിട്ട് പാരിജാതത്തിനെ ആശ്രയിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. എല്ലാവരെയും, വളരെ വലിയ ദാനശീലന്മാരെയൊക്കെ കൽപ്പതരു എന്നും പാരിജാതം എന്നൊക്കെ പേരിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അതികേമമായിട്ടുള്ളൊരു വൃക്ഷം ആ പാലാഴി മഥനത്തിൽ നിന്നാണ് ഉണ്ടായത്. തസ്മാത്, ആ പാലാഴി മഥനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഉപകാരശീല, ഉപകാരം ശീലമാക്കിയവൻ, എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പാരിജാതം എന്നു പേരുള്ള മഹീരുഹം.
പാരിജാതം എന്നു പേരുള്ളൊരു വൃക്ഷം ഉദസ്ഥാത് ഉയർന്നു വന്നു. പാലാഴി കടഞ്ഞപ്പോൾ പല പല വസ്തുക്കളുണ്ടായി. കാമധേനുണ്ടായി, ഉച്ചൈശ്രവസ്സുണ്ടായി, ഐരാവതമുണ്ടായി എന്നൊക്കെ പറയണു. പക്ഷേ ഈ ഐരാവതംകാരനാണ് പാലാഴി കടയേണ്ടി വന്നത് എന്നുള്ളത് വേറെ ഒരു കഥയാണ്. ചിലപ്പോൾ ആ ഐരാവതം അല്ലായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു ഐരാവതം ഉണ്ടായിട്ടുണ്ടാവാം, നാൽക്കൊമ്പനാനകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളതൊക്കെ കഥകളാണ്. അങ്ങനെ ആ പാലാഴി മഥനം ചെയ്തപ്പോൾ ദേവന്മാരും അസുരന്മാരും കൂടിയിട്ടാണ് പാലാഴി മഥനം നടത്തിയത്. അതിൽ നിന്നും ഉണ്ടായി വന്ന ഒരു അത്യുത്തമമായിട്ടുള്ള പരമശ്രേഷ്ഠമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ഈ പാരിജാതം. അതിൻ്റെ പൂക്കളിൽ നിന്നാണ് വാസന വരണത് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കി കഥകളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇന്നത്തെ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആഘ്രായ സൗരഭ്യമഭൂതപൂർവം ആനീതമാരാമസമീരണേന സുവിസ്മിതാ വല്ലഭമാചക്ഷേ കസ്യൈഷ ഗന്ധഃ കഥയേതി ദേവി നിശമ്യ തസ്യാഃ ഗിരമുത്സുകിന്യാഃ ജഗാദവാചം ജഗദേകനാഥ ആകർണ്യതാമാഗതിരസ്യ സമ്യക് ഗന്ധസ്യ ലോകത്രയമോഹനസ്യ പുരാമമന്ധുഃ പുരുഹൂതമുഖ്യാഃ നദീപതിം നാകസദോ ബലേന തസ്മാദുദസ്ഥാദുപകാരശീലോ മഹീരുഹോ മാനിനി പാരിജാത. ഇതിൽ 4ാമത്തെ ശ്ലോകത്തിൽ തസ്യാഹ വാചം നിശമ്യ എന്നല്ല പറയേണ്ടത്. വാചം എന്നുള്ള അർത്ഥം തന്നെയാണ് പറയണതെങ്കിലും ഗിരം നിശമ്യ എന്നാണ് പറയേണ്ടത്. പക്ഷേ അന്വയത്തിൽ ഇവിടെ വാചം എന്ന് തന്നെ കൊടുത്തതുകൊണ്ട് അത് ആവർത്തിച്ച് പറഞ്ഞു പോയതാണ്. തസ്യാഹ ഗിരം നിശമ്യ ജഗദേകനാഥ വാചം ജഗാദ എന്നാണ് പറയേണ്ടത്. ആ സത്യഭാമയുടെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ മറുപടി പറഞ്ഞു. അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ 2 വാക്കുകളായിട്ട് പ്രയോഗിച്ചത് കൊണ്ട് അന്വയത്തിലും അങ്ങനെ തന്നെ പറയണം എന്നേ ഉള്ളൂ. അപ്പോൾ ഗീഹി എന്നുള്ളതിനും വാക്ക് എന്നുള്ളതിനൊക്കെ ഒരേ അർത്ഥമാണ്, വാക്ക് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ സത്യഭാമയുടെ വാക്കുകൾ കേട്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു എന്നുള്ളത് 5ാമത്തെ ശ്ലോകത്തിൽ പറയുകയും ചെയ്തു. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.